റൂമിലെ ജനലിനരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ലയ. അവളുടെ മനസ്സെന്തൊക്കെയോ ഓർമ്മകളിലായിരുന്നു. ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന വിവാഹ ജീവിതത്തിന്റെ ഓർമ്മകൾ അവളെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ലയ, അവൾ ഒരു പാവം പെൺകുട്ടിയായിരുന്നു. 3 വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ വലിയ ആഘോഷമാക്കി നടത്തിയ വിവാഹമായിരുന്നു ലയയുടേതും ഗോകുലിൻ്റേതും. സ്നേഹിക്കാൻ മാത്രമറിയുന്ന, ആരോടും മുഖം കറുത്ത് ഒരു വാക്കുപോലും പറയാൻ അറിയാത്തൊരു പാവം പെൺകുട്ടിയായിരുന്നു അവൾ. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലയ ഗോകുലുമായി പ്രണയത്തിലാവുന്നത്. അതിന് വഴിയൊരുക്കിയത് ഗോകുലിൻ്റെ കസിൻ സിസ്റ്റർ ആണെന്ന് തന്നെ പറയാം. നഗരത്തിലെ ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയാണ് ഗോകുൽ. ആ ഇടയ്ക്കാണ് അപ്രതീക്ഷിതമായി ഗോകുലിന്റെ അമ്മാവന്റെ മകളുടെ കൂടെ കൂട്ടുകാരിയായ ലയ ഷോപ്പിൽ വന്നതും ഗോകുൽ അവിടെ വെച്ച് ലയയെ കാണാനിടയായതും പരിചയപ്പെടുന്നതും. ഒരുപാട് പെൺകുട്ടികളെ അവൻ കണ്ടിട്ടുണ്ടെങ്കിലും അവരോടൊന്നും തോന്നാത്ത എന്തോ ഒരിത്, വല്ലാത്തൊരിഷ്ടം ലയയെ കണ്ടപ്പോൾ തന്നെ അവന് തോന്നി. അന്ന് വെറും 2 മിനിറ്റ് മാത്രമേ അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളൂവെങ്കിലും അവർക്ക് 2 പേർക്കുമിടയിൽ പ്രണയം മുട്ടിടുവാൻ ആ 2 നിമിഷം തന്നെ ധാരാളമായിരുന്നു. അന്ന് മുഴുവൻ ഗോകുലിന്റെ മനസ്സിൽ ലയയുടെ രൂപം മായാതെ തെളിഞ്ഞു നിന്നു. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിലെന്ന് അവൻ വല്ലാതെ ആശിച്ചു. ഗോകുലിന്റെ അമ്മ പല വിവാഹാലോചനകളും പല ബ്രോക്കർമാരിൽ നിന്നുമായി സ്വീകരിച്ചിരുന്നെങ്കിലും ഗോകുൽ സമയമായിട്ടില്ല, പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നെല്ലാം പിന്മാറുക ഒരു പതിവായിരുന്നു. അത് പറഞ്ഞ് അമ്മയുമായി വീട്ടിൽ പലപ്പോഴും വഴക്കുണ്ടാകുന്നതും പതിവായിരുന്നു. പെട്ടെന്നൊരു വിവാഹമെന്നത് അവൻ്റെ മനസ്സിൽ പോലുമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ ലയയെ കണ്ടപ്പോൾ മുതൽ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. തനിക്കായി വിധിച്ച പെൺകുട്ടി എന്നൊക്കെ പറയുന്ന പോലെ അവളുടെ മുഖം അവൻ്റെ മനസ്സിൽ കൊത്തിയിട്ടതുപോലെ പതിഞ്ഞിരുന്നു. പിന്നീട് അടുത്തടുത്ത ദിവസങ്ങളിലായി ലയയും ഗോകുലും തമ്മിൽ കണ്ടുകൊണ്ടേയിരുന്നു. അതിനുള്ള സാഹചര്യം പലപ്പോഴായിട്ട് ഗോകുൽ തന്നെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഗോകുൽ അവൾ വരുന്ന വഴിയിൽ കാർ സൈഡാക്കി അവളെയും കാത്തിരുന്നു. അധികം വൈകാതെ തന്നെ ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ലയ അങ്ങോട്ടെത്തി. ദൂരെ നിന്ന് അവൾ നടന്നു വരുന്നത് ഗോകുൽ ഒരു കുഞ്ഞു ചിരിയോടെ തൻ്റെ കാറിലിരുന്ന് കണ്ടു. ലയ അരികിലെത്തിയതും കാറിൻ്റെ ഡോർ തുറന്ന് അവൻ പുറത്തിറങ്ങി. ലയ, ഒരു നിമിഷം ഒന്ന് നിൽക്കാമോ? നിന്നെ കാത്തു തന്നെയാണ് ഞാൻ ഈ വഴിയരികിൽ നിന്നത്. ചെറിയൊരു പുഞ്ചിരിയോടെ ലയ ഗോകുലിനെ തിരിഞ്ഞു നോക്കി. എന്തുപറ്റി? അവൾ ഗോകുലിനോട് മെല്ലെ ചോദിച്ചു. ലയ, കുറച്ചു നാളായി ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അപ്പോഴൊക്കെ എന്തോ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടി 2 ദിവസമായി മനസ്സിൻ്റെ താളം തെറ്റിക്കുന്നു. ഗോകുൽ എന്താണ് പറഞ്ഞു വരുന്നതെന്നറിയാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് ചെറിയൊരു പരിഭ്രമത്തോടെ ലയ ഗോകുലിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഗോകുൽ തുടർന്നു. പറയുന്നത് തെറ്റാണോ എന്നറിയില്ല. ലയയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അന്ന് ഷോപ്പിൽ വെച്ച് കണ്ട ദിവസം മുതൽ ഈ മുഖം എൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു പോയിരിക്കുന്നു. എനിക്ക് ലയയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. ലയയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. ഇതാ എൻ്റെ വിസിറ്റിംഗ് കാർഡ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലുണ്ട്. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എന്നോട് തുറന്നു പറയണം. എന്തായാലും ഞാനൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. സമ്മതമല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞൊരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. നല്ലതുപോലെ ആലോചിച്ചിട്ടൊരു മറുപടി തരണം. ഗോകുൽ പറഞ്ഞത് കേട്ട് അവൾ ഒരു നിമിഷം നേരത്തേക്ക് എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. ഒരു ചെറു പുഞ്ചിരി കൂടി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് അവൻ കാറെടുത്ത് അവിടെ നിന്നും പോയി. തൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ച വിസിറ്റിംഗ് കാർഡിലേക്ക് നോക്കി ലയ അങ്ങനെ തന്നെ നിന്നു. അന്നത്തെ രാത്രി 2 പേർക്കും ഉറക്കമുണ്ടായിരുന്നില്ല. അവൾ ഇഷ്ടമില്ല എന്ന് പറയുമോ എന്നാലോചിച്ച് ഗോകുലും എന്ത് മറുപടി പറയണമെന്നറിയാതെ ലയയും ഉറക്കമളച്ച് ചിന്തിച്ചിരുന്നു. സമയം ഏറെ കടന്നുപോയി. നല്ലൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഗോകുൽ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ വാട്സപ്പ് തുറന്നു നോക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവളുടെ മറുപടിയൊന്നും വന്നതേയില്ല. പിറ്റേന്നവൻ ഏറെ നേരം വഴിയിൽ കാത്തുനിന്നെങ്കിലും ലയയെ കണ്ടില്ല. അവൾ അന്ന് കോളേജിൽ വന്നിട്ടില്ലായിരുന്നു. ലയ ഇല്ലാതെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന അവളുടെ കൂട്ടുകാരിയായ അമ്മാവന്റെ മകളോട് ഗോകുൽ ലയയെ അന്വേഷിച്ചപ്പോൾ അവൾ ഇന്ന് ലീവാണെന്നായിരുന്നു മറുപടി. കാരണം അന്വേഷിച്ചപ്പോൾ അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞു. ഗോകുലിന്റെ മനസ്സറിയാവുന്നത് കൊണ്ട് തന്നെ അവനെ ഒന്ന് കളിയാക്കി ചിരിച്ചിട്ട് അവൾ കടന്നുപോയി. എന്നാൽ അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ടെൻഷൻ കയറാൻ തുടങ്ങിയിരുന്നു. ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ. 3-ാമത്തെ ദിവസവും കടന്നുപോയിരിക്കുന്നു. ഇതുവരെ അവൾ കോളേജിലും വന്നിട്ടില്ല.
കാണാൻ ഒരു വഴിയുമില്ലാതെ ഗോകുൽ വല്ലാതെ വീർപ്പുമുട്ടി. അവന്റെ പ്രതീക്ഷകളെല്ലാം പാതി അവസാനിച്ചിരുന്നു. അന്ന് രാത്രിയിൽ അവൻ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ അസ്വസ്ഥനായിരുന്നു. അവളെക്കുറിച്ചോർത്തോർത്ത് വളരെ വൈകിയാണ് ഉറങ്ങാൻ കിടന്നത്. താൻ എന്തിനാണിങ്ങനെ ദുഃഖിക്കുന്നത്? ആശിക്കുന്നതൊക്കെ ജീവിതത്തിൽ നടന്നാൽ എന്താണ് ഈ ജീവിതത്തിനൊരു ത്രില്ല്? അവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ, അവൻ മനസ്സിൽ പറഞ്ഞു. ഓരോന്നോർത്തുകൊണ്ടവൻ പതിയെ ഉറങ്ങിപ്പോയി. ഗോകുലേ, മോനെ എണീക്കേണ്ടേ? നിനക്ക് ഓഫീസിൽ പോകണ്ടേ? സമയം ഒരുപാടായി. പിറ്റേന്ന് രാവിലെ അമ്മ മുറിയിൽ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് നേരം വെളുത്തത് തന്നെ അവൻ അറിഞ്ഞത്. ഉറങ്ങിപ്പോയമ്മേ, ഇപ്പോൾ വരാം. പാതി തുറന്ന കണ്ണുമായി അവൻ മെല്ലെ എണീറ്റു. കട്ടിലിൻ്റെ ഒരു മൂലയിൽ കിടപ്പുണ്ടായിരുന്ന അവൻ്റെ മൊബൈൽ കൈകൊണ്ട് തപ്പിയെടുത്തു. സ്ക്രീൻ ഓണാക്കി നോക്കിയപ്പോൾ മെസ്സേജുകൾ കുറേ വന്ന് കിടപ്പുണ്ട്. ഓഫീസ് മെസ്സേജും മറ്റുമൊക്കെ ധാരാളമുണ്ട്. പെട്ടെന്നാണ് ഒരു പരിചയമില്ലാത്ത നമ്പർ അവൻ്റെ കണ്ണിൽപ്പെട്ടത്. ധൃതിയിൽ അവനത് തുറന്നു നോക്കി. ഒരു നിമിഷം അവൻ്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. ആകാംക്ഷയോടെ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: കുറച്ച് ടെൻഷൻ ആവട്ടെ എന്ന് കരുതി മനഃപൂർവ്വം പറയാതിരുന്നതാണ്. എനിക്കും ഇഷ്ടമാണ് ഒരുപാട്. അത് കണ്ടതും ലോകം കീഴടക്കിയതുപോലെ ഗോകുൽ പൊട്ടിച്ചിരിച്ചു. അവൻ്റെ സന്തോഷം അവന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു അപ്പോൾ. അതിരില്ലാത്ത സന്തോഷത്താൽ അവൻ തലയിണ ഇറുകി പുണർന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അവരുടെ ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളായിരുന്നു. അത്രമേൽ പ്രണയം നിറഞ്ഞതായിരുന്നു. അവർ തമ്മിലുള്ള ഓരോ നിമിഷവും അവർ രണ്ടുപേരും മതിമറന്ന് ആസ്വദിക്കുകയായിരുന്നു. എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും തമ്മിൽ പങ്കിട്ടു. ഇടയ്ക്കിടയ്ക്കുള്ള സൗന്ദര്യപ്പിണക്കവും അവരുടെ പ്രണയത്തിൻ്റെ ആഴം കൂട്ടിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ലയയ്ക്ക് വീട്ടിൽ മറ്റ് വിവാഹാലോചനകൾ വരുന്നുണ്ടായിരുന്നു. വിവാഹകാര്യങ്ങളിൽ നിന്ന് അവൾ പലപ്പോഴായി ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ ലയയുടെ അച്ഛനും അമ്മയ്ക്കും സംശയമായി. ഒരു ദിവസം അച്ഛനും അമ്മയും ലയയെ വിളിച്ചിരുത്തി അവളുടെ മനസ്സ് ചോദിച്ചറിയാൻ ശ്രമിച്ചു. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ മോളെ എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് ആദ്യം അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറേ തവണ അവർ രണ്ടുപേരും മാറി മാറി ചോദിച്ചപ്പോൾ ലയ മടിച്ചാണേലും തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എതിർപ്പ് പറഞ്ഞെങ്കിലും അവൾ ഗോകുലിനെ അല്ലാതെ മറ്റൊരാളെ കല്യാണം കഴിക്കില്ലെന്ന വാശിയിൽ ഉറച്ചു നിന്നു. അവസാനം അവളുടെ നിർബന്ധത്തിന് വഴങ്ങി വേറെ നിവൃത്തിയില്ലാതെ വീട്ടുകാർ ഗോകുലിനെ കുറിച്ച് അന്വേഷിച്ചു. തരക്കേടില്ലാത്ത ഒരു ബന്ധമാണെന്ന് അവർക്കും തോന്നി. സാമ്പത്തികമായി ലയയും ഒട്ടും പിന്നിലായിരുന്നില്ല. എങ്കിൽ പിന്നെ അധികം വൈകിക്കാതെ തന്നെ വിവാഹ കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് രണ്ട് വീട്ടുകാരും തീരുമാനിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വലിയൊരാൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി ഗോകുലിൻ്റെയും ലയയുടെയും വിവാഹം വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു. ഗോകുലിൻ്റെ ഭാര്യയായി പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ലയയുടെ മനസ്സ് നിറയെ ഗോകുലിനോടുള്ള അളവില്ലാത്ത സ്നേഹമായിരുന്നു. ആദ്യ രാത്രിയിൽ കയ്യിൽ ഒരു ഗ്ലാസ് പാൽ അവളെ ഏൽപ്പിച്ചുകൊണ്ട് ഗോകുലിൻ്റെ അമ്മ അവളെ സ്നേഹത്തോടെ നോക്കി. മോളെ, ഇതുവരെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം കണ്ടറിഞ്ഞ് മോള് ചെയ്യണം, അമ്മ പറഞ്ഞു. ഉവ്വമ്മേ, ഏട്ടൻ്റെ കാര്യം മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് അമ്മയുടെ കാര്യവും ഞാൻ നോക്കും, ലയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് സന്തോഷമായി മോളെ. ഈ സന്തോഷം എന്നും ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുണ്ടാവട്ടെ. അമ്മയുടെ കണ്ണ് ചെറുതായി നിറഞ്ഞു. തീർച്ചയായും ഉണ്ടാവും അമ്മേ. ലയ സ്നേഹത്തോടെ അമ്മയുടെ കയ്യിൽ പിടിച്ചു. മോളെന്നാൽ മുറിയിലേക്ക് ചെല്ല്. ഇന്ന് മുഴുവൻ ഫോട്ടോ എടുപ്പും ആളുകളോടുള്ള സംസാരവും ഒക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നല്ലോ. മോൾക്ക് നല്ല ക്ഷീണം കാണും. പോയി നല്ലപോലെ റെസ്റ്റ് എടുക്ക്. അമ്മ പന്തലിലേക്കൊന്ന് ചെല്ലട്ടെ. ശരി അമ്മേ, ലയ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞാണ് ഗോകുൽ അകത്തേക്ക് വന്നത്. കാത്തിരുന്ന് മുഷിഞ്ഞല്ലേ? അവൻ ചോദിച്ചു. ഏയ് ഇല്ല, ഇതുവരെ അമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ പോയതേയുള്ളൂ, ലയ പറഞ്ഞു. ഇവിടുത്തെ കുടുംബക്കാരെയും അയൽവാസികളെയും എല്ലാം പരിചയപ്പെട്ടോ? അവൻ ചോദിച്ചു. ഓ, ഒരുപാട് പേരെ പരിചയപ്പെട്ടു, അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് സംസാരിച്ചിരുന്ന് ഞാൻ നേരം പോയതറിഞ്ഞില്ല. വല്ലപ്പോഴും കാണുന്നവരാണ്. കണ്ടപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങനെ ഇരുന്നു പോയി. എന്തായാലും ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി. ഗോകുൽ അത് പറഞ്ഞ് ലയക്കരികിലേക്ക് വന്നു. അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. ലയ ഒരു ചിരിയോടെ അവനെ നോക്കി. ഗോകുൽ മടിയിൽ നിന്ന് ഒന്ന് തല ഉയർത്തിക്കൊണ്ട് അവളുടെ മാറിലേക്ക് മുഖമുരസി. ലയയ്ക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നി. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി.
ഗോകുൽ അപ്പോൾ അവളുടെ വലതു കൈ അവൻ്റെ കൈക്കുള്ളിലാക്കി മുറുകി പിടിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇതുവരെ പ്രണയിച്ച് നടന്നതുപോലെയല്ല, ഇന്ന് നമ്മൾ ഭാര്യാഭർത്താക്കന്മാരാണ്. ഗോകുൽ അവളെ പ്രണയത്തോടെ നോക്കി. അയ്യോ, ഇനി ഒരു സംസാരത്തിനും ഞാനില്ല ഏട്ടാ. എനിക്കിന്ന് തീരെ വയ്യ. രാവിലെ മുതൽ ഒരു റെസ്റ്റ് ഇല്ലാതെ നിൽക്കുകയാണ്. ദാ ഈ മുറിയിലേക്ക് കയറും വരെ. ഇനി കുറച്ചു നേരമെങ്കിലും എനിക്കൊന്ന് നീണ്ടു നിവർന്ന് കിടക്കണം. ഭാവി കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ മുതൽ തീരുമാനിക്കാം. ഇപ്പോൾ എൻ്റെ മോൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ ഗോകുലിനോട് പറഞ്ഞു. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാനും എതിര് നിൽക്കുന്നില്ല. എനിക്കും ഇന്ന് വയ്യ. പിന്നെ നിനക്ക് ഉറക്കമില്ലെങ്കിൽ ഒരു കമ്പനി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഗോകുൽ പറഞ്ഞു. ഓ ശരി മുതലാളി, എന്നാലേ നല്ലോണം മൂടി പുതച്ചുറങ്ങിക്കോ, ലേ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അയ്യട മോളെ, ഇന്ന് ആദ്യരാത്രിയായിട്ട് മൂടി പുതച്ചുറങ്ങാനോ? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞപ്പോൾ നീ അത് കാര്യമാക്കിയല്ലേ? ഇത്രയും കാലം കാത്തിരുന്ന് കയ്യിൽ കിട്ടിയിട്ട് ഞാൻ നിന്നെ ഇന്ന് ഉറക്കിയത് തന്നെ. ഗോകുൽ അത് പറഞ്ഞ് അവളുടെ നെഞ്ചിലേക്ക് തല ചേർത്ത് അവളെയും കൊണ്ട് കട്ടിലിലേക്ക് വീണു. ശക്തിയിൽ അവളുടെ നെഞ്ചിൽ മുഖമമർത്തി. ആദ്യമായി അവൻ്റെ മുഖം അത്ര ശക്തിയിൽ നെഞ്ചിൽ പതിഞ്ഞപ്പോൾ ലയക്കാകെ ഇക്കിളി പോലെ തോന്നി. അവൾ ഒരു കുറുമ്പോടെ അവനെ നോക്കി. അമ്മ ദേ പാല് തന്നിട്ടുണ്ട്. ലയ മേശപ്പുറത്തിരിക്കുന്ന പാൽ ഗ്ലാസ് ചൂണ്ടിക്കാണിച്ചു. ഓ, ഇന്ന് അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലേ. പാലൊക്കെ നമുക്ക് പാതിക്ക് വെച്ച് കുടിക്കാം. ഇപ്പം ഞാൻ വേറെ മൂടില്ല. അത് പറഞ്ഞ് ഗോകുൽ അവളുടെ മേലേക്ക് നന്നായി കയറിക്കിടന്നു. അവളുടെ താലി മെല്ലെ പല്ലുകൊണ്ട് കടിച്ചു മാറ്റി വെളുത്ത മാറിനിടയിലേക്ക് അവൻ അവൻ്റെ മുഖം ചേർത്തു. പ്രണയിച്ച് വിവാഹം കഴിച്ച് ഏറെ മോഹിച്ച ആ സുദിനത്തിൽ തൻ്റെ പാതിയുടെ ശരീരം തന്നോട് ചേരുമ്പോൾ സ്വയം നിയന്ത്രിക്കാനാവാതെ ലയ കിടന്നു പുളഞ്ഞു. പൊന്തിപ്പിടയുന്ന അവളുടെ ഇരുമാറിനെയും ഞെക്കി ഞെരുക്കി നുകർന്നുകൊണ്ട് ഗോകുൽ അവളിലെ സ്ത്രീയെ താനെന്ന ആണിൻ്റെ സ്വന്തമാക്കി മാറ്റുകയായിരുന്നു. ഏറെ നേരത്തിന് ശേഷം വലിയൊരു കിതപ്പോടെ ചുക്കിച്ചുളിഞ്ഞ ബെഡ്ഷീറ്റിലേക്ക് ചായുമ്പോൾ തൻ്റെ ദേഹത്തപ്പോളും ഗോകുലുണ്ടായിരുന്നു. ആദ്യമായി ഒരാണ് തൊട്ടതിൻ്റെ അടയാളം അവളുടെ തുടുത്ത മാറിലും വെളുത്ത ദേഹത്തും അങ്ങിങ്ങായുണ്ടായിരുന്നു. ഒപ്പം ചെറിയ നീറ്റലും. അപ്പോൾ അരയിലൂടെ വന്ന ഗോകുലിൻ്റെ കൈകൾ അവളെ ഒന്നുകൂടി അവനോട് വരിഞ്ഞു മുറുക്കി. സ്നേഹത്തോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമരുമ്പോൾ അവൾ വേദനയെല്ലാം മറന്ന് കണ്ണടച്ചുകൊണ്ട് തൻ്റെ ആണിനോട് ചേർന്നു. പതിയെ അവർ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു. ദിവസങ്ങൾ കടന്നുപോയി. ഗോകുലിൻ്റെ കുടുംബത്തോട് വളരെ പെട്ടെന്ന് തന്നെ ലയ ഇഴുകിച്ചേർന്നു. അങ്ങനെ ചെറിയ ഇണക്കവും പിണക്കവുമായി ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അവരുടെ ജീവിതം സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ആ ഇടയ്ക്ക് വെച്ച് ഗോകുലിൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളുള്ളതായി ലയയ്ക്ക് തോന്നി. പതിവില്ലാതെ വളരെ നേരം വൈകിയാണ് ഗോകുൽ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. ഫോണിൽ വിളിച്ചാൽ അധിക സമയവും ബിസിയാണ്. താൻ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചെന്തെങ്കിലും പറഞ്ഞ് വേഗം ഫോൺ വയ്ക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാറിൽ ഒരുപാട് നേരം ഇരുന്ന് ഫോണിൽ ചാറ്റ് ചെയ്യും. ഈ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം, ലയ മനസ്സിൽ ചിന്തിച്ചു. ഇന്ന് ഏട്ടൻ വന്നിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം. എന്താണെങ്കിലും വരുന്നത് വരട്ടെ, അവൾ മനസ്സിൽ കരുതി. അന്നും പതിവ് പോലെ ഗോകുൽ വളരെ വൈകിയാണ് വന്നത്. വന്ന പാടെ അവൻ നേരെ റൂമിലേക്ക് നടന്നു. ലയ ചെന്ന് ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം പുറത്തുനിന്നും കഴിച്ചെന്ന് മാത്രം മറുപടി പറഞ്ഞു. ലയയ്ക്കത് എന്തെന്നില്ലാത്തൊരു വിഷമമായി. ഡൈനിങ് ഹാളിൽ ടിവിയുടെ അടുത്തിരിപ്പുണ്ടായിരുന്ന അമ്മ അത് കേട്ടു. ഗോകുൽ, അവൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ. അത് നിനക്കറിയില്ലേ? അമ്മ ചോദിച്ചു. പക്ഷേ അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി നേരെ അകത്തേക്ക് പോയി. ലയയും അപ്പോൾ പിന്നാലെ കയറി ചെന്നു. അവൾ നോക്കുമ്പോൾ എന്നത്തെയും പോലെ തൻ്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും എടുത്ത് അവൻ മുറിയിലെ ടേബിളിനടുത്തിരിപ്പുണ്ടായിരുന്നു. ഗോകുലേട്ടാ, എന്നോട് എന്തേലും ദേഷ്യമുണ്ടോ ഏട്ടന്? അവൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, എന്തു പറ്റി? ഗോകുൽ അവളെ നോക്കി. ഏട്ടനിപ്പോൾ പഴയ ആളെയല്ല, വളരെ മാറിപ്പോയി. എന്ത് തിരക്കാണേലും അതെല്ലാം മാറ്റിവെച്ച് എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുമിച്ചൊന്ന് പുറത്തു പോയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും എത്ര നാളായി. ഏട്ടൻ എന്നോട് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? ചോദിക്കുമ്പോൾ ലയയുടെ കണ്ണ് നിറഞ്ഞു. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ ലയ. കുറച്ചായി ബിസിനസ് അല്പം മോശമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെൻഷനാണെടോ, അല്ലാതെ വേറൊന്നുമല്ല. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഗോകുൽ പറഞ്ഞു. സോറി ഗോകുലേട്ടാ, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചതാ. ഗോകുൽ അങ്ങനെ പറഞ്ഞപ്പോൾ ലയയ്ക്ക് അല്പം ആശ്വാസം തോന്നി.
അത് സാരമില്ല, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇത് തന്നെയാവും അവസ്ഥ. നീ ടെൻഷൻ ആവണ്ട, ഒന്നുമില്ല. അവൻ അത് പറഞ്ഞ് മെല്ലെ ഒഴിഞ്ഞു മാറി. പക്ഷേ ഗോകുൽ പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഫോണിലേക്ക് വരുന്ന മെസ്സേജ് തന്നെയായിരുന്നു അതിൻ്റെ കാരണം. ലയയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയം കടന്നുകൂടിയിരുന്നു. പിറ്റേന്ന് ഗോകുൽ കുളിക്കാൻ പോയ സമയം അവൾ ഗോകുലിൻ്റെ വാട്സപ്പ് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ധൃതിപ്പെട്ട് ഫോൺ എടുത്തു നോക്കിയപ്പോൾ വാട്സപ്പിൻ്റെ ലോക്ക് നമ്പർ അവൻ മാറ്റിയിരിക്കുന്നു. ഇത് പതിവില്ലാത്തതാണല്ലോ, ഇത്രയും കാലം എനിക്കറിയാവുന്ന പാസ്വേഡല്ലേ, ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ചില സമയത്തൊക്കെ ഞാൻ അടുത്തുള്ള നേരം മൊബൈൽ ഫോൺ റിങ് ചെയ്താൽ അത് ബിസി ആക്കുന്നത് പതിവാണ്. എന്തോ കാര്യമായ പന്തികേട് തോന്നിയ അവൾ ഗോകുൽ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ അവനോടത് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഗോകുൽ അപ്പോൾ അവളോട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. നിനക്ക് സ്വന്തമായിട്ടൊരു ഫോണില്ലേ, പിന്നെന്തിനാ എൻ്റെ ഫോൺ എടുത്ത് ഉപയോഗിക്കുന്നത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്ക് ഏട്ടൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു, അതുകൊണ്ടാണ് ഏട്ടാ. എനിക്ക് അറിയണം എന്താണ് കാര്യമെന്ന്, ലയ പറഞ്ഞു. എടി, ഇത്ര സംശയം വെച്ചുകൊണ്ട് നീ എൻ്റെ കൂടെ ബുദ്ധിമുട്ടി ജീവിക്കണമെന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി. അവൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. ഗോകുൽ അത് പറഞ്ഞ് അവളെ കട്ടിലിലേക്ക് ഒരു തള്ളു കൊടുത്തു. അവൾ പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീണുപോയി. എൻ്റെ കാര്യത്തിൽ ഇനി മേലാൽ ഇടപെട്ടു പോകരുത്, അതും പറഞ്ഞ് അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ലയ അപ്പോൾ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അവൻ്റെ പെരുമാറ്റം അവളുടെ മനസ്സിനെ വല്ലാതെ തകർത്ത് കളഞ്ഞിരുന്നു. ഗോകുലേട്ടൻ എന്തിനാണ് എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം പിടിക്കുന്നത്? എൻ്റെ ഏട്ടൻ ഒരിക്കലും എന്നോട് ഇങ്ങനെ പെരുമാറാൻ കഴിയില്ല. ദൈവമേ, എനിക്ക് എന്തൊരു വിധിയാണ് തന്നത്. ഗോകുലേട്ടൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വീട്ടുകാരോടൊക്കെ ഞാൻ എത്രക്ക് വഴക്കിട്ടു. അതെല്ലാം ഇതിനു വേണ്ടിയായിരുന്നു. ലയ കരഞ്ഞുകൊണ്ട് ചിന്തിച്ചു. അന്നുവരെ ഗോകുൽ അവളോട് അത്ര ദേഷ്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ അവൾ അവളുടെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ കടിച്ചമർത്തി. ആരോടും ഒന്നും പറയാൻ പോയില്ല. വീട്ടിൽ പോയി ഒന്നും പറയാനുമാവില്ല. താനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമാണ്. എല്ലാ വിഷമവും ഒറ്റയ്ക്ക് സഹിച്ചേ പറ്റൂ. തൽക്കാലം ഗോകുലേട്ടനെ ചോദ്യം ചെയ്യാൻ പോവണ്ട. അവൾ മനസ്സിൽ എന്തൊക്കെയോ ഓർത്തു. അവനോടൊന്നും ചോദിക്കാതെ പറയാതെ അവൾ ആ വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞുകൂടി. അങ്ങനെ ദിവസങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടു പോയി. ഗോകുലാണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യുന്നു പോലുമില്ലായിരുന്നു. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും അവർ തമ്മിലുള്ള അകൽച്ച വീണ്ടും കൂടുന്നതുപോലെ അവൾക്ക് തോന്നി. അപ്പോഴേക്കും ഗോകുലിൻ്റെ സ്വഭാവം ആകെ മാറിക്കഴിഞ്ഞിരുന്നു. വളരെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന അവരുടെ കുടുംബജീവിതം പാടെ താളം തെറ്റി തുടങ്ങി. ലയ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ ഗോകുൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അവളെ അടിക്കാൻ വരും. ചിരിയും കളിയും സന്തോഷവുമായി കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിൽ കരച്ചിലും ബഹളവും വഴക്കും പതിവായി മാറി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഗോകുലിൻ്റെ അമ്മയും വളരെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ഈശ്വര, എത്ര സന്തോഷത്തിൽ കഴിഞ്ഞ കുട്ടികളാണ് രണ്ടുപേരും. ആരോ കണ്ണു വെച്ചതുപോലെ ആയിപ്പോയി. എൻ്റെ മക്കളെ രണ്ട് പാത്രത്തിലാക്കല്ലേ ദൈവമേ. ഗോകുലിൻ്റെ അമ്മ നെഞ്ചുരുകി പ്രാർത്ഥിക്കും. വീട്ടിലെ വഴക്കും പിണക്കവും ഒക്കെ കണ്ട് ഒരു ദിവസം ഗോകുലിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായി. ഗോകുൽ അന്ന് ഷോപ്പിലേക്കുള്ള പർച്ചേസിങ്ങിനായി മറ്റെവിടെയോ പോയതായിരുന്നതുകൊണ്ട് പനിച്ചു വിറയ്ക്കുന്ന അമ്മയെയും കൊണ്ട് ലയയാണ് ഡോക്ടറുടെ അടുത്ത് പോയത്. ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വരുന്ന വഴി അമ്മയെ ഓട്ടോയിലിരുത്തി മരുന്ന് വാങ്ങാനായി മെഡിക്കൽ ഷോപ്പിൽ കയറിയ ലയ അപ്രതീക്ഷിതമായി അവരുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ സ്റ്റാഫായിരുന്ന ലീന ചേച്ചിയെ അവിടെ വെച്ച് കണ്ടു. ഹായ് ലയ മേഡം, എവിടെ പോയിട്ട് വരുവാണ്? സാറിൻ്റെ അമ്മയും ഉണ്ടല്ലോ കൂടെ, ലീനേച്ചി ചോദിച്ചു. അമ്മയ്ക്ക് തീരെ വയ്യ ചേച്ചി, പനിയാണ്. ഡോക്ടറെ കാണിച്ചു വരുന്ന വഴിയാണ്. 2 മരുന്ന് കൂടി കിട്ടാനുണ്ട്. ഇവിടെ ഉണ്ടോ എന്നറിയാൻ കയറിയതാണ്. ലീനേച്ചി ഇന്ന് ഷോപ്പിൽ പോയില്ലേ? ലയ ചോദിച്ചു. അത് കേട്ടപ്പോൾ ലീനേച്ചിയുടെ മുഖമൊന്ന് പെട്ടെന്ന് മാറി. ഇല്ല, ഇപ്പോൾ പോവാറില്ല മോളെ, കുറച്ചായി പോയിട്ട്. എന്തു പറ്റി ലീനേച്ചി? ലയ ചോദിച്ചു. ഒന്നുമില്ല മോളെ, വയ്യാത്തോണ്ടാണ്, അവർ മറുപടി പറഞ്ഞു. മോൾക്ക് സുഖമല്ലേ? അവർ തിരിച്ചു ചോദിച്ചു. അതെ ലീനേച്ചി, കുഴപ്പമില്ല. ലയ അതിനിടയ്ക്ക് ഷീട്ട് കാണിച്ച് മരുന്ന് വാങ്ങി. ശരി ചേച്ചി, ഓട്ടോ കാത്തു നിൽക്കുന്നു. എന്നാ പിന്നെ കാണാം ട്ടോ. ഗോകുലേട്ടൻ പർച്ചേസിനായിട്ട് പുറത്തു പോയതാണ്. അതാണ് ഞാൻ അമ്മയെയും കൊണ്ടുവന്നത്. ലയ അത് പറഞ്ഞ് ഓട്ടോയ്ക്ക് അടുത്തേക്ക് നടന്നു. ലയമോൾ ഒരു നിമിഷം നിൽക്കാമോ? ഫ്രീ ആവുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാമോ? ലീനേച്ചി ചോദിച്ചു. ഞാൻ എപ്പോഴും ഫ്രീ ആണേച്ചി, എപ്പോൾ വേണേലും വിളിച്ചോളൂ. ഇനി ഷോപ്പിലെ ആവശ്യം വല്ലതുമാണെങ്കിൽ ഗോകുലേട്ടനോട് പറഞ്ഞാൽ മതി ചേച്ചി, ലയ പറഞ്ഞു. ഷോപ്പിലെ ആവശ്യം തന്നെയാണ്, പക്ഷേ അത് മോളോടാണ് പറയാനുള്ളത്.
മോളുടെ നമ്പർ ഒന്ന് തരാമോ? അവർ ചോദിച്ചത് പ്രകാരം ലയ അവർക്ക് അവളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി അധികം വൈകാതെ തന്നെ ലയയുടെ ഫോണിലേക്ക് ലീനേച്ചിയുടെ കോൾ വന്നു. ഹലോ മോളെ, ഇത് ലീനേച്ചിയാണ്. ആ ലീനേച്ചി, ചേച്ചിക്ക് കാര്യമായിട്ട് എന്നോടെന്തോ പറയാനുള്ളതുപോലെ തോന്നുന്നു. എന്താ ചേച്ചി കാര്യം? ലയ ചോദിച്ചു. അത് ഒന്നുമില്ല മോളെ, ഞാൻ പറയുന്നത് മോളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ ലീനേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലയയ്ക്ക് ലീനേച്ചിയുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നി. ഉണ്ട് മോളെ, ചെറിയൊരു പ്രശ്നമുണ്ട്. മോളോട് എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. നിങ്ങളുടെ കുടുംബം തെറ്റിക്കാനൊന്നും വേണ്ടി പറയുന്നതല്ല കേട്ടോ. മോള് വേറൊന്നും വിചാരിക്കരുത്. എനിക്ക് നിന്റെ പ്രായത്തിലൊരു മോളുണ്ട്. അതോർത്തപ്പോൾ നിന്നോടത് പറയണമെന്ന് തോന്നി. മോളെ, ഗോകുൽ സാറിൻ്റെ ഇപ്പോഴത്തെ പോക്ക് അത്ര ശരിയായ രീതിയിലല്ല. നമ്മുടെ ഷോപ്പിൽ അക്കൗണ്ട് സെക്ഷനിലേക്ക് പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ടീന എന്നാണ് പേര്. അവൾ സാറിനോട് വല്ലാതെ അടുത്തിടപഴകുന്നുണ്ട്. മിക്ക സമയങ്ങളിലും അവൾ സാറിൻ്റെ അടുത്ത് തന്നെയാണ്. അവളുടെ കളിയും ചിരിയും അടുത്തിടപഴകലുമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. ആ പെണ്ണിന് ഇഷ്ടമില്ലാത്തവരെയൊക്കെ അവൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഗോകുൽ സാറിനെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കും. ഷോപ്പിൽ നിന്ന് ഒഴിവാക്കിപ്പിക്കും. ഗോകുൽ സാർ ആദ്യമൊക്കെ ഞങ്ങളോട് കുറേ തമാശയൊക്കെ പറഞ്ഞ് നല്ലപോലെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ടീന വന്നതിന് ശേഷം സാറിൻ്റെ സ്വഭാവം ആകെ മാറി. ആവശ്യത്തിന് പോലും എന്നോടൊന്നും സംസാരിക്കാറില്ല. ഒന്ന് മുഖത്ത് നോക്കാറ് പോലുമില്ല. അവൾ പോകുമ്പോൾ സാർ അവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുചെന്നാക്കും. ഷോപ്പിങ്ങിന് കയറും. അതിപ്പോൾ ഒരു പതിവാണ്. ആ പെണ്ണ് സാറിനെ നല്ലപോലെ പറ്റിക്കുന്നുണ്ട്. സാറിൻ്റെ കയ്യിലെ പൈസ അവൾ നല്ലപോലെ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ഇന്നാളൊരു ദിവസം സാർ അവളെയും കൊണ്ട് ജ്വല്ലറിയിൽ പോകുന്നത് ഷോപ്പിലെ കുമാരേട്ടൻ കണ്ടു. പോരാത്തതിന് അവൾക്ക് ആവശ്യമുള്ള പൈസ അത്രയും അവൾ തന്നെ കൗണ്ടറിൽ നിന്ന് എടുത്തു പോകുന്നത് ഞങ്ങൾ പലതവണയായി കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും ആകെക്കൂടെ എന്തോ ഒരു പോലെയാണിപ്പോൾ ഷോപ്പിലെ അവസ്ഥ. ഇത്രയും നാൾ സ്വന്തം പോലെ കണ്ട് ജോലി ചെയ്ത സ്ഥാപനമല്ലേ. ചില കാര്യങ്ങളൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല മോളെ. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ അവസ്ഥ വളരെ മോശത്തിലാണ്. അങ്ങനെയാണ് ഞാൻ പതിയെ അവിടെ നിന്ന് ഇറങ്ങിയത്. മോളൊന്ന് ഗോകുൽ സാറിനെ ശ്രദ്ധിക്കണം. ചേച്ചി ഇത് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുന്നതാണെന്ന് കരുതിയാൽ മതി. ആരോടും പറയാതെ ഞാൻ പറഞ്ഞ കാര്യം കുഞ്ഞൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. ലീനേച്ചി പറഞ്ഞ വാക്കുകൾ കേട്ട് ലയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവളുടെ മനസ്സിൽ തീ കോരിയിട്ടതുപോലെയും ശ്വാസം നിലച്ചു പോകുന്നതുപോലെയും അവൾക്ക് തോന്നി. മറ്റൊന്നും ചോദിക്കാനും കേൾക്കാനുമുള്ള കരുത്ത് അവളുടെ മനസ്സിനില്ലായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ താഴെ കട്ടിലിലേക്കറിയാതെ ഊർന്നിറങ്ങി വീണു. അല്പനേരം അവൾക്ക് സ്വബോധം തന്നെ നഷ്ടപ്പെട്ടു. ഗോകുലേട്ടൻ ഇതുവരെ തന്നോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നെന്നോർക്കുമ്പോൾ അവളുടെ നെഞ്ചു പൊട്ടുകയായിരുന്നു. ഗോകുലിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവമാറ്റത്തിൻ്റെ കാരണം ഇതാണെന്ന് അവൾക്കപ്പോൾ ബോധ്യമായി. അന്ന് രാത്രി ഗോകുൽ വരുന്നവരെ അവൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയില്ല. പതിവ് പോലെ ഗോകുൽ മുറിയിലേക്ക് കയറി വന്നപ്പോൾ അവൾ കിടക്കുകയായിരുന്നു. അവനെ കണ്ടതും അവൾ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. അവൾക്കൊരു കാര്യം മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. ആരാണവൾ? അവളുമായി ഗോകുലേട്ടനുള്ള ബന്ധമെന്താണ്? ഇന്നുവരെ ഇല്ലാത്ത രീതിയിലുള്ള പൊട്ടിത്തെറിയോടെ ലയ അവൻ്റെ നേർക്ക് നിന്ന് അത് ചോദിക്കുകയും ചെയ്തു. അവളുടെ പെരുമാറ്റം കണ്ടതും ഗോകുലിനാകെ കൂടെ ദേഷ്യം കൂടി. നിനക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നിട്ടില്ലേ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്? ഞാൻ കണ്ടവളുമാരുടെ കൂടെ പോവും. അതിന് നിനക്കെന്താ? ഒരു ഭാര്യയാണെന്ന് വെച്ച് ഞാൻ നിന്റെ അടിമയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ നടക്കും. എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കും. അത് ചോദിക്കാൻ നീ ആരാടി? നിന്റെ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത്. വല്ലതും കഴിക്കാനുള്ളത് കഴിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ കിടന്നുറങ്ങിക്കോ. അവൻ ലയയോട് വളരെ ദേഷ്യത്തിൽ ആക്രോശിച്ചു. രണ്ടുപേരുടെയും സംസാരം മുറിവിട്ട് പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങിയതോടെ വയ്യാതെ കിടക്കുകയായിരുന്ന അമ്മ മുകളിലേക്ക് കയറി വന്നു. കതക് തള്ളി തുറന്ന് അമ്മ അകത്തേക്ക് വന്നു നോക്കുമ്പോൾ പേടിച്ചരണ്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒരു മൂലയിൽ ഇരിക്കുകയാണ് ലയ. ഓടിച്ചെന്ന് അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അമ്മ അവളോട് കാര്യം തിരക്കി. ലയ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യം അമ്മയോട് പറഞ്ഞു. അവൾ അത് പറഞ്ഞു തീരലും അമ്മയുടെ കൈ ഗോകുലിൻ്റെ മുഖത്ത് പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഇറങ്ങി പോടാ ഈ വീട്ടിൽ. താലി കെട്ടിയ ഒരു പെങ്കൊച്ചിനെ വീട്ടിൽ നിർത്തിയിട്ട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ നായേ? അതും പറഞ്ഞ് അമ്മയും ലയക്കൊപ്പം പൊട്ടിക്കരഞ്ഞു. ആകെ കലി കയറിയ ഗോകുൽ മുറിയിലെ കുഞ്ഞുമേശ തള്ളി താഴെയിട്ടു. ശേഷം മുറിയിൽ നിന്നും ഇറങ്ങി തൻ്റെ കാറെടുത്ത് എങ്ങോട്ടോ പോയി.
ലയമോളെ, നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അമ്മയും ഒരു പെണ്ണാണ്. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്തു ചെയ്യുമെന്ന് അമ്മയ്ക്ക് അറിയുന്നില്ല മോളെ. അമ്മ അത് പറഞ്ഞ് അവളെ ചേർത്തു പിടിച്ചു. അമ്മയുടെ നെഞ്ചിൽ കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ലയയ്ക്ക് ഗോകുലിൽ നിന്ന് കൂടുതലായൊന്നും അറിയേണ്ടിയിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവൾക്ക് ആ വഴക്കോടുകൂടി തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് കാര്യം അവതരിപ്പിച്ചു. ഗോകുലിന്റെ അമ്മയ്ക്കും എതിരൊന്നും പറയാനുണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞ് ലയയുടെ അച്ഛനും അമ്മയും വന്ന് അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. ആ സംഭവത്തിന് ശേഷം ലയ മാനസികമായി ആകെ തളർന്നു പോയിരുന്നു. ഗോകുലാണെങ്കിൽ അവളെ ഒന്ന് വിളിച്ചതുപോലുമില്ല. അവൾ അവളുടെ മുറിക്കകത്ത് ദിവസങ്ങളോളം ഒതുങ്ങിക്കൂടി. ആശ്വാസവാക്കുകളായിട്ട് ഗോകുലിന്റെ അമ്മ വിളിക്കുന്നത് മാത്രമായിരുന്നു ആകെയുള്ള ഒരു സമാധാനം. ലയയുടെ അവസ്ഥ കണ്ട് സഹിക്കാനാകാതെ കാര്യം തിരക്കി അച്ഛൻ ഒരിക്കൽ ഗോകുലിനെ വിളിച്ചു. എന്നാൽ അച്ഛനോടും വളരെ മോശമായ രീതിയിലാണ് ഗോകുൽ പ്രതികരിച്ചത്. അച്ഛൻ വളരെ വിഷമത്തോടെ ലയയുടെ മുറിയിലേക്ക് കയറിച്ചെന്നു. മോളെ, അച്ഛന് മോളോട് ഇതെങ്ങനെ പറയണമെന്നറിയില്ല. എന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ. അവൻ നിന്റെ കൂടെ ജീവിക്കാൻ പ്രയാസമാണത്രേ. അവനിനി എൻ്റെ മോളെ വേണ്ടെന്ന്. നീ ഇനി അവനെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ നിന്റെ ഭാവി കാര്യങ്ങൾ ആലോചിക്കണം. ഇപ്പോഴെങ്കിലും അവൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലായല്ലോ. ഇനി എന്തു വന്നാലും ഞങ്ങൾ നിന്നെ അവിടേക്ക് വിടുന്നില്ല. ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അച്ഛൻ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ ലയയോട് പറഞ്ഞു. ലയ അല്പം നേരം മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നെ മെല്ലെ അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എല്ലാം എൻ്റെ തെറ്റാണച്ചാ. അച്ഛനും അമ്മയും പറഞ്ഞത് ഞാൻ കേട്ടില്ല. എൻ്റെ സ്വന്തം ഇഷ്ടത്തിനും വാശിക്കും നടത്തിയ വിവാഹമല്ലേ. ഞാൻ സഹിച്ചോളാം. ഇനി ഈ കാര്യവും പറഞ്ഞ് അച്ഛൻ ആ ദുഷ്ടനെ വിളിക്കണ്ട. അച്ഛൻ പറയുന്നതെന്തും ഞാൻ കേട്ടോളാം, ലയ പറഞ്ഞു. അച്ഛൻ അപ്പോൾ മറുപടി ഒന്നും പറയാതെ അവളുടെ തോളിൽ നിന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞുപോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് അവളെ തേടി ഗോകുലിന്റെ അമ്മയുടെ കോളെത്തി. മോളെ, ഗോകുലുമോൻ അപകടം പറ്റി ഹോസ്പിറ്റലിലാണ്. കാർ ആക്സിഡന്റ് ആണ്. അല്പം സീരിയസ് ആണ്. തിരികെ കിട്ടാൻ ചാൻസ് ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് പറയുമ്പോൾ അമ്മ പൊട്ടിക്കരയുകയായിരുന്നു. പെട്ടെന്നത് കേട്ടപ്പോൾ ലയയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവളുടെ മനസ്സിലേക്ക് അവർ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ പഴയ കാലം ഓടി വന്നു. തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ആദ്യ രാത്രി തന്നെയും ചേർത്ത് പിടിച്ച് കട്ടിലിലേക്ക് മറിഞ്ഞ ഗോകുൽ, ഇടയ്ക്കൊക്കെ ഭക്ഷണം വാരിത്തരുമായിരുന്ന, കൊഞ്ചിച്ച് തലോടുന്ന, തന്നെ ഏറെ സ്നേഹിക്കുന്ന ഗോകുൽ, എല്ലാം കൂടെ ഓർത്തപ്പോൾ ലയയ്ക്ക് അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. കാര്യം വഴക്കിട്ട് പിരിഞ്ഞെങ്കിലും താനിപ്പോഴും ആ ആളിൻ്റെ ഭാര്യയാണ്. താൻ ഏറെ സ്നേഹിച്ചിരുന്ന തൻ്റെ ജീവനായ ഗോകുലേട്ടൻ ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഉടനെ അവിടെ എത്തണം. ലയ പെട്ടെന്ന് ചെന്ന് അച്ഛനോട് കാര്യം പറഞ്ഞു. വേണ്ട മോളെ, അവൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ. മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോൾ അവന് നിന്നെ വേണ്ടാതായില്ലേ. നിന്നെ വേണ്ട എന്ന് പറഞ്ഞ അവനെ കാണാൻ നീ എന്തിനാണ് പോകുന്നത്? അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നമുക്ക് ഡിവോഴ്സിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവാം. നീ ഇപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണ്ട. അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി കാര്യം അറിഞ്ഞു വരാം, അച്ഛൻ ലയയോട് പറഞ്ഞു. അച്ഛാ, അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് എൻ്റെ ഭർത്താവാണ്. ഇപ്പോൾ പഴയ കാര്യങ്ങൾ പറയേണ്ട സമയമല്ല അച്ഛാ. എനിക്കെന്തായാലും അവിടെ പോയി ഗോകുലേട്ടനെ കണ്ടേ പറ്റൂ. അവൾ വാശി പിടിച്ചു. അവളുടെ വാശിക്ക് മുൻപിൽ മറ്റൊരു വഴിയുമില്ലാതെ അച്ഛൻ ഒരു ടാക്സി വിളിച്ച് അവളെയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വരാന്തയിൽ ഗോകുലിൻ്റെ അമ്മയെ കണ്ടു. ICUവിൽ തന്നെയാണ് ഇതുവരെ. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഗുരുതരമായ പരിക്കുകളോടെ റോഡിൽ കിടക്കുകയായിരുന്നു. വഴിയെ പോയ ആരൊക്കെയോ ചേർന്നാണ് ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. മോളോട് ചെയ്ത പാപത്തിൻ്റെ ഫലം അവന് കിട്ടി, അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ലയയും ഒപ്പം കരയുകയായിരുന്നു. അങ്ങനെ പറയല്ലേ അമ്മേ, എനിക്ക് എൻ്റെ ഏട്ടനെ കാണണം. എന്തൊക്കെയായാലും അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്നത് എൻ്റെ ഭർത്താവും ജീവനുമാണ്. മറ്റൊരു പെണ്ണിനും എന്നേക്കാൾ വലിയ അവകാശം ആ ജീവനോടില്ല. അവൾ ഗോകുലിൻ്റെ അമ്മയുടെ മാറിൽ തല ചായ്ച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. അമ്മ അപ്പോൾ അവളെ ചേർത്ത് പിടിച്ചു അവിടെയുള്ള കസേരയിലിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ ആകെ തളർന്ന പോലെ ആയിരുന്നു. ഇതിനിടയ്ക്കാണ് മറ്റു പല കാര്യങ്ങളും അമ്മ അറിയുന്നത്. നമ്മുടെ ബിസിനസ് ആകെ തകർന്നു പോയി മോളെ. ഗോകുലിനെ വശീകരിച്ച് ആ പെണ്ണ് അവൻ ഇതുവരെ സമ്പാദിച്ചതെല്ലാം കൈവശപ്പെടുത്തിക്കൊണ്ടുപോയി. മയക്കുമരുന്നും മറ്റും കൊടുത്ത് അവനെ ചതിക്കുകയായിരുന്നു മോളെ.
കാര്യങ്ങൾ അറിയുമ്പോഴേക്കും അവൻ ഒരുപാട് വൈകിപ്പോയിരുന്നു. ഷോപ്പൊക്കെ താൽക്കാലികമായി അടച്ചിടേണ്ടതായി വന്നു. മോള് പോയതിനു ശേഷം അമ്മയും അവനോടധികം സംസാരിക്കാറില്ല. ഇന്നലെ രാത്രി അവൻ എൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് ഒരുപാട് സംസാരിച്ചു. ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു നിസ്സഹായന പോലെ എൻ്റെ മുന്നിലിരുന്ന് കുറേ കരഞ്ഞു. മോളെ ഒരുപാട് കരയിപ്പിച്ചതും ജീവിതം നശിപ്പിച്ചതുമൊക്കെ പറഞ്ഞ് അവൻ വിങ്ങി പൊട്ടുകയായിരുന്നു. ഒരു പെൺകുട്ടിക്കും പൊറുക്കാനാവാത്ത തെറ്റാണ് മോളോട് ചെയ്തത്. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ടതെന്താണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അർദ്ധരാത്രിയിൽ കാറെടുത്തു പോയതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും ആരൊക്കെയോ വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. എൻ്റെ മോളെ അവൻ ഒരുപാട് വേദനിപ്പിച്ചതാണ്. അതിൻ്റെ ശാപമായിരിക്കും. അതായിരിക്കും അവനിപ്പോൾ അനുഭവിക്കുന്നത്. ഒരമ്മയും ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും പറഞ്ഞു പോകുകയാ. മോളുടെ കണ്ണീരിൻ്റെ പാപമാണ് അവനിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. എനിക്കിതൊന്നും കേട്ട് നിൽക്കാൻ വയ്യ. എനിക്കൊന്ന് ഗോകുലേട്ടനെ കണ്ടാൽ മതി. കേട്ടപ്പോൾ അതിനാ ഞാൻ ഓടി വന്നത്, ലയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിനിറ്റുകളും മണിക്കൂറുകളും കടന്നുപോയി. ഡോക്ടർ വന്ന് വാതിൽ തുറന്നു. പേഷ്യൻറ്റിന് ചെറുതായൊന്ന് ബോധം വീണിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് കാണണമെങ്കിൽ കാണാം. ഇപ്പോൾ കണ്ണു തുറന്നിട്ടുണ്ട്. അത് കേൾക്കേണ്ട താമസം ലയ ചാടി എണീറ്റ് അമ്മയോട് സമ്മതം വാങ്ങി ICUവിലേക്ക് കയറി. സാരമായ പരിക്കുകളോടെ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഗോകുലിനെ ഒരു നോട്ടം കണ്ടതും അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ലയയെ കണ്ടപ്പോൾ ഗോകുലിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ആരോഗ്യസ്ഥിതി അതിനവനെ അനുവദിച്ചില്ല. അവൻ്റെ 2 കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ലയയ്ക്ക് നേരെ ചെറുതായൊന്ന് കൈനീട്ടാൻ അവൻ ശ്രമിച്ചു. ചെയ്ത തെറ്റുകളുടെ കുറ്റബോധമാണ് ആ കണ്ണുനീറെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനരികിലേക്ക് ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ അവളെ നോക്കി നാവനക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. 2 പേർക്കും പരസ്പരം നോക്കി കരയാൻ മാത്രമേ ആയുള്ളൂ. അധിക സമയം അവിടെ ചെലവഴിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ഗോകുലിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഡോക്ടർ വന്ന് പുറത്തു പോവാൻ നിർദ്ദേശിച്ചു. അവൻ്റെ സ്ഥിതി അത്രയ്ക്ക് മോശമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ചു കാലം ഹോസ്പിറ്റൽ ജീവിതമായിരുന്നു. ലയയുടെ സാമീപ്യമുള്ളതുകൊണ്ട് തന്നെ പതിയെ അവൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു തുടങ്ങി. പരാതിയോ പരിഭവമോ ഏതുമില്ലാതെയുള്ള ലയയുടെ കരുതലും സാന്നിധ്യവും വലിയൊരു ആശ്വാസമായിരുന്നു ഗോകുലിന്. അവളുടെ സ്നേഹത്തിൻ്റെ ആഴം ആ നാളുകളിൽ അവൻ ശരിക്കും അനുഭവിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം ഗോകുൽ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി. വീട്ടിലെത്തിയെങ്കിലും മറ്റൊരാളുടെ സഹായമില്ലാതെ ഗോകുലിന് നിൽക്കുവാനോ നടക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ കഴിയുമായിരുന്നില്ല. ഈ അവസ്ഥയിൽ നിന്ന് പഴയ പോലെ ആവാൻ കുറേ മാസങ്ങൾ തന്നെ ചിലപ്പോൾ വേണ്ടിവരും. തലക്കേറ്റ ക്ഷതം കാരണം അവൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ട്രീറ്റ്മെൻറ്റിൽ കൂടി ശരിയാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വീട്ടിലെത്തിയതിൻ്റെ അന്നു മുതൽ അവൻ്റെ ഒരു ജോലിക്കാരിയെ പോലെ ഉറക്കമളച്ച് അവൻ്റെ എല്ലാ കാര്യങ്ങളും ലയയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാണുമ്പോൾ ഗോകുലിൻ്റെ മനസ്സ് പലപ്പോഴും വെന്തുരുകുമായിരുന്നു. അപ്പോഴൊക്കെ അവൻ മനസ്സിലോർക്കും, ഈശ്വര, ഇതുപോലൊരു ഭാര്യയെ കിട്ടാൻ ഞാൻ മുൻ ജന്മത്തിൽ എന്ത് സുകൃതമാണ് ചെയ്തത് എന്ന്. അവളോട് കാണിച്ച തെറ്റോർത്ത് അവൻ്റെ നെഞ്ചു പിടയും. പക്ഷേ അവളോട് തുറന്ന് സംസാരിക്കാൻ മാത്രം അവൻ്റെ നാവ് വഴങ്ങില്ലായിരുന്നു. അതിനിടയ്ക്ക് ചികിത്സാ ചിലവുകളും ഷോപ്പിലെ കടങ്ങളും സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുമൊക്കെ അവരുടെ കുടുംബത്തിൽ തലപൊക്കി തുടങ്ങി. ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കടങ്ങളെല്ലാം കൊടുത്തു തീർക്കാനായി ലയ അവളുടെ വിവാഹത്തിൻ്റെ സ്വർണമെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു. അതെടുക്കാനായി അവൾ മുകളിലുള്ള തങ്ങളുടെ മുറിയിൽ ചെന്ന് അലമാര തുറന്ന് ആഭരണപ്പെട്ടി കയ്യിലെടുത്തു. ബോക്സ് തുറന്നപ്പോഴാണ് സ്വർണത്തിൻ്റെ കൂടെ വെള്ളക്കടലാസിൽ ഒരു എഴുത്ത് അവൾ കണ്ടത്. കൗതുകത്തോടെ അവൾ അതെടുത്തു നോക്കി. ലയ, നിന്നെ ഞാൻ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് വേദനിപ്പിച്ചു. എന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നിന്നെ വിട്ട് തൊലിവെളുപ്പുള്ള മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോൾ കൂടുതൽ സന്തോഷം അവിടെയാണെന്ന് കരുതി അവളെ തേടിപ്പോയ ഒരു വൃത്തികെട്ടവനാണ് ഞാൻ. പക്ഷേ സ്നേഹം അഭിനയിച്ച് അവൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുക്കുകയാണെന്ന് അറിയാൻ വൈകിപ്പോയി. ഞാൻ ഇതുവരെ സമ്പാദിച്ചതെല്ലാം അവൾ അതിസമർത്ഥമായി കൈക്കലാക്കി. നിന്നെ വേദനിപ്പിച്ചതിനൊരിക്കലും ഞാൻ മാപ്പ് അർഹിക്കുന്നില്ല എന്നറിയാം. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് ഞാൻ എൻ്റെ ജീവൻ തന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. എൻ്റെ മരണശേഷം ഈ ആഭരണപ്പെട്ടി നിന്റെ കയ്യിലെത്തുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ ഈ കത്ത് ഇതിൽ വെക്കുന്നത്.
ഇത് വായിച്ചു കഴിയുമ്പോഴെങ്കിലും നീ നിന്റെ ഏട്ടനോട് ക്ഷമിക്കണം. തെറ്റുപറ്റിപ്പോയി മോളെ. മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. എങ്കിലും എങ്ങനെയോ വലിയൊരു തെറ്റിൽ വീണുപോയി ഞാൻ. ഇനി ഈ ജീവിതത്തിൽ തമ്മിൽ കണ്ടെന്നു വരില്ല. നിന്റെ മനസ്സിൽ എൻ്റെ മുഖം തെളിയുമ്പോൾ നീ എന്നെ വെറുക്കരുത്. എൻ്റെ ഭാര്യയായി പ്രാണനായി എന്നും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പണത്തിനും സമ്പത്തിനും വേണ്ടി അവൾ എന്നെ വശീകരിച്ച് മയക്കിയെടുത്തപ്പോൾ അറിയാതെ വീണുപോയതാണ്. എൻ്റെ സമ്പത്ത് മാത്രമേ അവൾക്ക് കൊണ്ടുപോകാനായുള്ളൂ. ഒരിക്കലും ഭാര്യ എന്ന അർത്ഥത്തിൽ ഞാൻ അവളെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. അന്നും ഇന്നും പ്രാണനായി നെഞ്ചോട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ്. ഓഫീസിലെ സ്റ്റാഫൊക്കെ ഞാൻ അറിയാതെ കുറേ കള്ളങ്ങൾ ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ ബിസിനസ് നശിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് അവൾ എന്നോട് അടുക്കാൻ വന്നത്. പക്ഷേ അത് ഉന്നം വെച്ചുകൊണ്ടുള്ള അവളുടെ ചതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാ സ്റ്റാഫിനെയും എനിക്ക് സംശയമായി. എല്ലാവരെയും വെറുത്തു. ആകെ കൂടെ തലക്ക് തീ പിടിച്ച അവസ്ഥയായിരുന്നു. അതിനിടയിൽ നീയും കൂടെ ചോദ്യം ചെയ്തപ്പോൾ പൊട്ടിത്തെറിച്ചുപോയി. പൊറുക്കണം, മാപ്പാക്കണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ താലി അണിയിക്കാൻ ഒരിക്കൽ കൂടി ഭാഗ്യമുണ്ടാവണമെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ ഒട്ടും യോഗ്യനല്ല ഞാൻ. പോവുകയാണ്. മാപ്പാക്കണം. ഒരിക്കൽ കൂടി മാപ്പ്. വായിച്ചു തീർന്നതും ലയ ആ കത്ത് അവളുടെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുകയായിരുന്നു. കുറ്റബോധം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോയതാണ് ഗോകുലേട്ടൻ്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവൾക്ക് മനസ്സിലായി. ആ കത്തും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ഇറങ്ങി ഗോകുലിനരികിലേക്ക് ഓടി. വീൽചെയറിലിരിക്കുന്ന അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീണ് പൊട്ടിക്കരഞ്ഞു. കത്തും ചുരുട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ലയയെ കണ്ടപ്പോൾ ഗോകുലും നിയന്ത്രണം വിട്ട് കരയാൻ തുടങ്ങി. കത്തിലൂടെ പറഞ്ഞ വാക്കുകളൊക്കെ അവന് സംസാരത്തിലൂടെ അവളോട് പറയണമെന്നുണ്ടായിരുന്നു. ഒന്ന് ചേർത്ത് പിടിക്കാൻ, വാരിപ്പുണരാൻ, 1000 വട്ടം മാപ്പ് ചോദിക്കാൻ അവൻ്റെ നെഞ്ചും നാവും കൊതിച്ചു. അതിൻ്റെ പരിശ്രമം എന്നോണം അവൻ അവൻ്റെ കൈ മെല്ലെ പൊക്കി അവളുടെ കവിളിൽ ഒന്ന് തൊട്ടു. ലയ, അവൻ പതിയെ വിളിച്ചു. ഏറെ നാളായി കേൾക്കാൻ കൊതിച്ചിരുന്ന തൻ്റെ പ്രാണന്റെ നാവിൽ നിന്നും ആ പഴയ വിളി അതുപോലെ വന്നപ്പോൾ ലയ അവൻ്റെ മടിയിൽ നിന്ന് തല ഉയർത്തി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ആ കാഴ്ച കണ്ട് അമ്മയും അവിടെ നിന്ന് ഇടറിക്കരയുകയായിരുന്നു. ഗോകുലേട്ടാ, സ്വരമിടറിക്കൊണ്ട് അവൾ ഗോകുലിനെ വിളിച്ചു. അവൻ്റെ മടിയിലേക്ക് തല ചായ്ച്ചു വെച്ച് വിതുമ്പി. അവനപ്പോൾ മെല്ലെ അവൻ്റെ കൈപൊക്കി അവളുടെ തലയിൽ തലോടി. മോളെ, മാപ്പ്, അവൻ വിറയലോടെ പറഞ്ഞു. എന്നോടൊന്നും പറയല്ലേ ഗോകുലേട്ടാ, എന്നോട് മാപ്പ് ചോദിക്കല്ലേ. എനിക്ക് ജീവിതത്തിൽ എൻ്റെ ഏട്ടനല്ലാതെ മറ്റാരുമില്ല. ഏട്ടനെ സ്നേഹിച്ചതുപോലെ ഞാൻ മറ്റാരെയും സ്നേഹിച്ചിട്ടുമില്ല. പിറകെ നടന്ന് എൻ്റെ ഇഷ്ടം ചോദിച്ചു വാങ്ങിയ ആളാണ് ഏട്ടൻ. ഏട്ടനെ മാത്രമേ ഞാൻ ഈ ജന്മത്തിൽ സ്നേഹിച്ചിട്ടുള്ളൂ. ഏട്ടൻ എന്നോട് മാപ്പ് ചോദിക്കല്ലേ. അത് പറഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിൽ കിടന്നവൾ പൊട്ടിക്കരയുമ്പോൾ അവൻ അവൻ്റെ 2 കൈകൊണ്ടും അവളെ വാരിപ്പുണർന്നു. എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ അമ്മ സാരി തലപ്പുകൊണ്ട് കണ്ണീരൊപ്പി. കുറച്ചു നാളുകൾക്ക് ശേഷമുള്ള ഒരു രാത്രിയിൽ ആദ്യ രാത്രിയിലെ പോലെ അവളെയും ചേർത്തു പിടിച്ചുകൊണ്ട് പരസ്പരം ഒന്നായി കട്ടിലിലേക്ക് ചായുമ്പോൾ ഗോകുലിൻ്റെ മനസ്സ് ആയുസ് നീട്ടിത്തന്ന ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു. എന്തൊക്കെ തെറ്റ് ചെയ്തു പോയാലും പ്രാണനായി സ്നേഹിക്കുന്ന ഒരു ഇണയുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ അതിൽ പരം ഇനി എന്തു വേണം? താനെന്ന ആണിൻ്റെ സാമീപ്യവും സ്നേഹവും ശരീരവും ഈ പെണ്ണിന് മാത്രം അവകാശപ്പെട്ടതാണ്. എൻ്റെ പെണ്ണിന്. മനസ്സിൽ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഗോകുൽ അവളെ ഒന്ന് തലോടിക്കൊണ്ട് അവളുടെ മേലെ കിടന്നു. ആദ്യ രാത്രിയിലെ പോലെ വെപ്രാളത്തോടെ തന്നെ അവൻ തൻ്റെ ജീവനെ ഇക്കിളി കൂട്ടി. വലിയൊരു കിതപ്പോടെ അവൾ അവളെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. ഇനി ഒരു ജന്മം കൊടുത്തു തീർക്കാനുള്ള കടപ്പാടും സ്നേഹവും നെഞ്ചിലേറ്റിക്കൊണ്ട് ഗോകുൽ തൻ്റെ പ്രാണനിലേക്ക് ആഴത്തിൽ പടർന്നു കയറി.